എഴുതാലോ ഇംഗ്ലീഷാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പക്ഷെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയാണ് ഏറ്റവും ഈസി നിങ്ങൾക്ക് ഇംഗ്ലീഷാണ്, മാറ്റാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, സർട്ടിഫിക്കറ്റിന് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു ഇംഗ്ലീഷ് എടുത്തു പോയി ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒരു ടെൻഷനാണെന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ റിപ്പോർട്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക എന്നുള്ളത് അറിഞ്ഞില്ലേ? വെറും ഒരു മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദി സാറിന്റെ പാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക. ഹലോ എവരിവൺ, പാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2025 ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡയറക്ഷൻസ് പറഞ്ഞു തന്നിരുന്നു, എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളതും ഇനി എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫുൾ മാർക്ക് നേടാനുള്ള സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2025 കുട്ടികളോടായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാം, നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കുട്ടികളാണ് ഈ ഒരു ക്രാഷ് കോഴ്സിലോട്ട് വന്നത്. സോ വെരി 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 ഹാപ്പിയാണ് മക്കളെ. കാരണം നമ്മളൊരു കോഴ്സ് കൊണ്ടുവരുന്നു, ആ കോഴ്സ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ടാണ് ഇത്രയും കുട്ടികൾ വരുന്നത്. കാലങ്ങളായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ചരിത്രം തന്നെയാണ്. 5ാമത്തെ സീസണാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. സോ വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 31 വരെയാണ് നമുക്ക് ബുക്കിംഗ് ഉള്ളത്. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് പ്രീ ബുക്ക് ചെയ്യാം. ഫെബ്രുവരി 1 ഒക്കെ ആയിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഏപ്രിൽ 25 കൂടി ഇങ്ങോട്ട് സക്സസ് ആക്കും. ഓക്കെ, ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ്, സാറ് ബാക്കി ഏത് സബ്ജക്റ്റും കുഴപ്പമില്ല, മലയാളത്തിലൊക്കെ എഴുതാലോ, ഇംഗ്ലീഷാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പക്ഷെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയാണ് ഏറ്റവും ഈസി നിങ്ങൾക്ക് ഇംഗ്ലീഷാണ്, ബാക്കി നിങ്ങൾ മലയാളത്തിൽ എഴുതുന്ന സബ്ജക്റ്റിലാറെ ഏറ്റവും ഈസി ഇംഗ്ലീഷാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിലാണ്. അത്രയും ധൈര്യത്തോടെ ഞാൻ പറയും. കാരണം എന്താ, നമ്മൾ ഈ ഇംഗ്ലീഷിനൊക്കെ ഇവിടെ ജസ്റ്റ് മൊത്തത്തിലൊന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഈ ഒരു മേഖലയിലൂടെ പോയാൽ മതി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആവും. അപ്പോൾ ഇംഗ്ലീഷ് കഷ്ടപ്പാടാണെന്ന് പറയുന്ന ആളുകൾക്ക് വായിച്ചാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഇങ്ങനെ ഇംഗ്ലീഷ് എടുത്ത് പോയി സാറേ NIOSൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇംഗ്ലീഷ്, അതുകൊണ്ട് ഞങ്ങൾ എടുത്തു, ബാക്കി ഏത് സബ്ജക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ ഇംഗ്ലീഷ് മാറ്റാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, സർട്ടിഫിക്കറ്റിന് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു ഇംഗ്ലീഷ് എടുത്ത് പോയി ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒരു ടെൻഷനാണെന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളും. നമുക്ക് ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നത് വരെ നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഏപ്രിൽ 25 കുട്ടികളൊക്കെ ക്ലാസ്സുകളും കിട്ടാതെ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ കിട്ടാതെ കറക്റ്റ് ഒരു ഫോളോ അപ്പ് ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മളെല്ലാവരും ഈ ഒരു ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും, കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ ഈ ഒരു ബാസിന്റെ ക്ലാസ് ഫോളോ ചെയ്താൽ മതി, ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താൽ മതി, എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, NIOS ഏപ്രിൽ 2025 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് 100 മാർക്കിനാണ്. ഇവിടെ എന്താണ് സ്ട്രക്ചർ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. സോ ഇത് മനസ്സിലാക്കിക്കോളും മക്കളെ, ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെച്ചോളൂ. ഈ സ്ട്രക്ചർ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരുള്ളൂ. ഇങ്ങനെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മാത്രമേ ചോദിക്കുള്ളൂ. ഇംഗ്ലീഷ് ഏറ്റവും ഈസി ആക്കുന്ന മെത്തേഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാറ്റേണിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിനാന്ന് പറഞ്ഞു. അതിൽ നമുക്ക് പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞ 2 സെക്ഷൻ ഉണ്ടാവും. അതായത് ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും 2 സെക്ഷൻ ഉണ്ടാവും. ഒബ്ജക്റ്റീവിന് 50 മാർക്കും സബ്ജക്റ്റീവിന് 50 മാർക്കും. സോ 2 കൂടി കൂട്ടിയിട്ടാണ് 100 മാർക്ക് വരുന്നത്. സോ പാർട്ട് എ ഒബ്ജക്റ്റീവ് ആണ്, പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, സോ ഒബ്ജക്റ്റീവിൽ നമുക്ക് പാർട്ട് എനെ തന്നെ ഒരുപാട് സെക്ഷനുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ ഗ്രാമർ, ദെൻ ലിറ്ററേച്ചർ, നമ്മുടെ പാഠഭാഗങ്ങൾ, ഇങ്ങനെയാണ് നമുക്ക് 4 കാറ്റഗറി ഉണ്ടാവുക. സോ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ എയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമുക്ക് പാർട്ട് എയിലും പാർട്ട് ബിയിലും അങ്ങനെ ഈ വരെ, അതായത് 5 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ, അതേപോലെ തന്നെ പാർട്ട് ബിയിലും ഉണ്ട്. സോ പാർട്ട് എയിലും ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് വരുന്നത്, പാർട്ട് ബിയിൽ നമുക്ക് സബ്ജക്റ്റീവ് ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികവും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല, നമുക്ക് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫാൾസ്, മാച്ച് ദ ഫോളോയിങ്, സിംഗിൾ സെന്റൻസ്, വൺ വേർഡ് സെന്റൻസ്, സിംഗിൾ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് VSA SA ഒക്കെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്, റിപ്പോർട്ട്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക എന്നുള്ളത് ഈ ഒരു സ്ട്രക്ചറിലുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ. നമ്മളിത്
ഫുള്ള് അവിടെ ഇവിടെയും ലൈക്ക് പഠിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഒരു ഡിറ്റർമിനേഷൻ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത് എന്താ വെച്ചാൽ ഇംഗ്ലീഷിനെ ടഫാക്കി കാണേണ്ട ഒരു കാര്യമില്ല. ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആണ് എന്നുള്ളത്. കാരണം എന്താ അറിയോ, ഇവിടെ NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ കണ്ടോ ഈ പറഞ്ഞ മേഖലയിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അങ്ങനെ അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി പോയാൽ പോരെ. യെസ്, ആ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് 90ന് മുകളിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർക്ക് വരെ ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടണമെന്നുണ്ടാ. ഇംഗ്ലീഷ് ഈസ് ഈസി. നമ്മളതിനെ ഡീകോഡ് ചെയ്യാണ്. ഈ സ്ട്രക്ചർ നമ്മൾ ഡീകോഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് NIOS ഇടാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. അത് മാത്രം പ്രിപ്പയർ ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ പാർട്ട് എയിൽ സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം ചോദിക്കും, അതിന് 4 ഉത്തരങ്ങളുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഉത്തരം ശരിയായിട്ടുണ്ടാവും. ആ ശരിയായിട്ടുള്ള ഉത്തരത്തിന്റെ ഓപ്ഷൻ നിങ്ങൾ എഴുതി കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് 1 മാർക്ക് വെച്ച് കിട്ടും. പിന്നെ നമുക്ക് വരുന്ന പാസേജ് ആണ്. ഒരു ഗിവൺ പാസേജ് ടെക്സ്റ്റ് ബുക്ക് നിന്നാവാം അല്ലെങ്കിൽ പുറത്തുനിന്നാവാം. ടെക്സ്റ്റ് ബുക്ക് നിന്നാണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഉണ്ടാവും, പുറത്തുനിന്നാണെങ്കിൽ നോൺ പ്രിസ്ക്രൈബ്ഡ് ഉണ്ടാവും. അങ്ങനെ പാസേജ് ചെയ്തിട്ട് ആ പാസേജ് വായിച്ചിട്ട് അതിന് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ആ ആമയുടെയും മുയലയുടെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ആമ മുയലിന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ആ പാസേജിലെ കഥയായിരിക്കും. ആ കഥ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദിക്കും ഈ പന്തയത്തിൽ ജയിച്ചത് ആര്. അപ്പൊ നമുക്ക് ഉത്തരം ഉണ്ടാവും ആമ, മുയല്, കല്ല്, തെങ്ങ് എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഉത്തരം എന്തേ കാര്യം ആമയായിരിക്കും. സോ ടോട്ടോയ്സ് ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് ആ പാരഗ്രാഫ് വായിച്ച് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നമുക്ക് പാസേജ് ടൈപ്പിൽ വരിക. ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, ശരിയോ തെറ്റോ എന്നുള്ളത്. ജയിച്ചത് മുയലാണെന്ന് പറഞ്ഞാൽ അതെന്താ തെറ്റാണ് അല്ലെ, അത് ഫാൾസ് ആണ്. ജയിച്ചത് ആമയാണെന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. സോ ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ നമുക്ക് മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നമുക്ക് രണ്ട് ഭാഗത്തും ചേരുംപടി ചേർക്കാന്നുണ്ടാവില്ലേ. പണ്ട് നമുക്ക് മിട്ടുമുയലിനെ നമ്മൾ അപ്പുറത്ത് ക്യാരറ്റിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പുറത്ത് നമ്മൾ പുല്ലിനെ പുള്ളിമാനിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. സോ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ പണ്ട് നമ്മൾ പഠിച്ചില്ലേ. പണ്ട് 1ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ കളർ ബുക്ക് ഒക്കെ വരച്ചിട്ട് അങ്ങനെ വരച്ചു കൊടുക്കൂലേ. ആ സംഭവമാണ് നമ്മളിവിടെ ചേരുംപടി ചേർക്കുക. ദാറ്റ് ഈസ് മാച്ച് ഫോളോയിങ്. സോ ഇതൊക്കെയാണ് മക്കളെ സെക്ഷൻ. വെരി 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 ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി അതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. ഇപ്പൊ ഞാൻ ബാസിൽ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഈ കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരിക. കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ പറഞ്ഞിട്ടില്ലേ ഒബ്ജക്റ്റീവ് ബാങ്കിൽ സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിച്ചു. അതേ ചോദിക്കുള്ളൂ. ഇതിൽ നിന്നുള്ള കണ്ടന്റ് ഉണ്ടാക്കി തന്നേക്കാണ്. വെറുതെ ഉള്ള പരിപാടി ഒന്നല്ല. നമ്മളിതാ ഇത് മായല്ല, മന്ത്രമല്ല, മായാജാലമല്ല. എന്താണ് നമ്മളിവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത്. ഇത് കഷ്ടപ്പെട്ടാണ് എന്റെ കുട്ടികൾ പഠിക്കുന്നത്. സോ നമ്മൾ പഠിച്ചതിന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് സക്സസ്. നമ്മളെല്ലാവരും വിജയിക്കും. സോ ഈ ഒരു സ്ട്രക്ചറാണ് സെക്ഷൻ എയിൽ വരിക. സെക്ഷൻ ബിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പാസേജ് നോൺ പ്രിസ്ക്രൈബ്ഡ് എന്ന് വരിക. നോൺ പ്രിസ്ക്രൈബ്ഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആമ മയിൽ എന്നുള്ള കഥക്ക് പകരം നമ്മളോട് വേറെ ഏതെങ്കിലും സൂത്രനും ഷെയ്റുവിന്റെയും കഥ ഫ്രം ദ ജംഗിൾ ബുക്കോ അതല്ലെങ്കിൽ നമ്മുടെ കളിക്കുടുക്കെ അതല്ലെങ്കിൽ ബാലരമി എന്നൊക്കെ കഥകൾ വരാം. പക്ഷെ പേടിക്കണ്ട, ഈ പരീക്ഷയ്ക്ക് വരില്ല. ഉദാഹരണമാണ്. ഈ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദ വേൾഡ്, എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ്, എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് പറയുന്നു. അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് ലൈക്ക് ഒരു സോഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ടോപ്പിക്കിനെ കുറിച്ച് നമുക്കറിയാവുന്ന സമകാലികമായിട്ടുള്ള ഒരു ടോപ്പിക്കേ തരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് COVID-19 കഴിഞ്ഞ കോവിഡ് ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. COVID-19 കുറിച്ചിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, അതിന്റെ പ്രിക്കോഷൻസ് എങ്ങനെ നമുക്ക് തടയാം, അതിലേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു പാരഗ്രാഫ് വന്നിട്ട് അതൊന്ന് ചോദ്യങ്ങൾ ചോദിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള പാൻഡമിക്സിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ തന്നെയാണ് നോൺ പ്രിസ്ക്രൈബ് നമുക്ക് വരാം. അതാണ് നമുക്ക് സെക്ഷൻ ബി. സെക്ഷൻ ബി ഇസ് എ റീഡിംഗ് സെക്ഷൻ. അവിടെ നമുക്ക് പാസേജ് തരും. അപ്പോൾ ഈ പാസേജ് ക്വസ്റ്റ്യൻസിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒരു പേടിയും പേടിക്കേണ്ട. പാസേജിലൊക്കെ എന്റെ കുട്ടികൾക്ക് ഫുൾ മാർക്ക്. കാരണം എന്താ പറയുക, ആ പാസേജിൽ തന്നെ അതിന്റെ ഉത്തരങ്ങൾ ഉണ്ടാവും. ആ ഉത്തരങ്ങൾ എവിടെയെന്നുള്ളത് നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഒരു പേടിയും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത് നമ്മുടെ ബാസിന്റെ ക്രാഷിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഈ ഒരു സ്ട്രക്ചർ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ഒരു കുറച്ച് കഷായം മാത്രം കുടിച്ചാൽ ഫുൾ മാർക്ക്. കഷായം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ. അപ്പൊ കഷായം കുടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റും. കാരണം എന്താ, ആ ഭാഗങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ആ ഭാഗങ്ങളിലൂടെയുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് നേടാൻ പറ്റും. നമ്മൾ സമയം അധികം വേസ്റ്റ് ആക്കും വേണ്ട. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത് മാക്സിമം മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. നമ്മൾ ഗ്രാമറാണ് സെക്ഷൻ സി വരുന്നത്. ഗ്രാമർ അറിയുമ്പോൾ എല്ലാവർക്കും ഇത് നടക്കില്ല കേട്ടോ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് നടക്കൂല എന്ന് പറയണ്ട. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് FIB ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് വരിക. അത് അധികം ടെൻസസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആക്റ്റീവ് പാസീവ് വോയിസ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ അത് നമ്മൾ ടെൻസസ് എന്താണെന്നുള്ളതും അതേപോലെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്താണെന്നുള്ളതൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും. സോ അത് വെച്ചിട്ട് നമുക്ക് ഗ്രാമർ എടുക്കാൻ പറ്റും. സെക്ഷൻ ഡി ഈസ് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്. FWS ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്. റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസിയാണ് മക്കളെ, ഒന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെറ്റർ എഴുതുക, കഥ എഴുതുക, കൂട്ടുകാരിക്ക് ഒരു കത്ത്, അതല്ലെങ്കിൽ അപ്പുറത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്ത്, ആ കത്ത് എഴുതുക, അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുക, ഡയറി തയ്യാറാക്കുക, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് നമുക്ക് ഇത് വരിക. പക്ഷേ ഒബ്ജക്റ്റീവ് സെക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് കത്ത് എഴുതാണെന്നുണ്ടാവില്ല. ഒരു കത്ത് എഴുതുന്നതിന്റെ ഫോർമാറ്റ് എന്തൊക്കെ, അങ്ങനത്തെ
ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ അത് ഏതേക്കാരം അതിന്റെ MCQ പാറ്റേൺ, അതായത് നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ട് 4 ഉത്തരങ്ങൾ തരും, അത് നമ്മൾ ഏതാണെന്ന് കറക്റ്റ് എഴുതി കൊടുക്കുക. ദെൻ ഫൈനലി നമ്മുടെ ESP ഫോർ ഓഫീസ് ഓർ റിസപ്ഷൻ. ഒരു ഓഫീസിൽ നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവിടെയുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എന്തൊക്കെയാണ്. ഇനി റിസപ്ഷനിലോട്ട് നമ്മൾ റിസപ്ഷൻ ഡെസ്കിലോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രീറ്റിംഗ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഒരു കസ്റ്റമറോട് അവരെങ്ങനെ സംസാരിക്കുക, ഒരാളെങ്ങനെയാണ് അവർ ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയിട്ട് അവരെ റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ വരുന്നത്. അപ്പൊ ഈ ഒരു പറഞ്ഞ ഭാഗങ്ങൾ ഫുൾ എന്താ അറിയോ, ഒബ്ജക്റ്റീവ് ആണ്. ഇതിൽ മനസ്സിലാക്കിക്കോളി മക്കളെ, ഇംഗ്ലീഷ് ഒന്നും പഠിക്കാതെ നമുക്ക് ഈ പാസേജിന്റെ ഒരു 4-5 പാസേജ് ഉണ്ടാവും, നമുക്ക് അത്യാവശ്യം 10-30 മാർക്ക് നേടാനുള്ളത് ഫ്രീ ആയിട്ട് ഇന്ന് കിട്ടും. അപ്പൊ അതും പാസ്സാവാനുള്ള മാർക്കൊക്കെ വെറുതെ പഠിക്കാതെ തന്നെ കിട്ടും. എന്ത് ചെയ്താൽ മതി, എന്റെ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ പാർട്ട് ബിയിലോട്ട് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ പാർട്ട് ബിയിൽ നമുക്ക് വരുന്നത് ഇതേപോലെ തന്നെ സെക്ഷൻ എ എന്തായിരിക്കും, നമുക്ക് അവിടെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അതായത് ഒരു ചോദ്യം ചോദിക്കും, അതിന്റെ ഉത്തരം ചോദ്യം എവിടുന്ന് കേൾക്കാനും അധികം പ്രിസ്ക്രൈബ്ഡ് ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ലിറ്ററേച്ചറിന് കുറച്ച് പാഠങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ വരുന്നതാണ്. ആ പാഠങ്ങളെ കഥാപാത്രങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പറഞ്ഞ സെക്ഷൻ എകൾ എന്നൊക്കെ വരിക. സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ നമുക്കത് പാരഗ്രാഫ് ആണ്, നോൺ പ്രിസ്ക്രൈബ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമയുടെ മുകളിലേക്ക് പോലത്തെ പാരഗ്രാഫുകൾ വരും, അത് നമുക്കിവിടെ റൈറ്റിംഗിൽ സബ്ജക്റ്റീവിൽ കിട്ടും. അതേപോലെ സെക്ഷൻ സി എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ പോലെ തന്നെ ഗ്രാമർ ആണ്, അത് നമുക്ക് FIB പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ അവിടുത്തെ അതേ പാറ്റേൺ ആണ്, അവിടെ ഒബ്ജക്റ്റീവ് ആണ് വരിക, ഇവിടെ നമുക്ക് അതിനെ സബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ദെൻ FWS ആണ് സെക്ഷൻ ഡി, അതായത് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്. അവിടെയും നമുക്ക് എന്താ ഒരു പാസേജ് എന്നിട്ട് അതിന് സമ്മറി എഴുതാം, ഒരു വലിയൊരു പാസേജ് എന്നിട്ട് അതിന് സമ്മറി ചുരുക്കി എഴുതാൻ പറയും. അതേപോലെ തന്നെ ലെറ്റർ എഴുതാൻ പറയുന്നതൊക്കെ നമുക്ക് റൈറ്റിംഗ് സ്കിൽസ്. അപ്പോൾ ഈ സെക്ഷൻ ബിയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ലെറ്റർ എഴുതി കൊടുക്കേണ്ടി വരും. അതേപോലെ ലെറ്ററിന്റെയും ഡയറിയുടെയും അതുപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്ന പോസ്റ്റ് കാർഡ് എന്തോ ആയിക്കോട്ടെ, ഏത് സെക്ഷൻ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഇവിടെ ഫോർമാറ്റ് തരാൻ പറ്റും. ആ ഫോർമാറ്റ് അങ്ങനെ തന്നെ കാണാപാഠം പഠിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ദെൻ ഫൈനലി സെക്ഷൻ ഇ എന്താണ്, നമ്മുടെ ESP ഫോർ ഓഫീസ് ആൻഡ് ദ റിസപ്ഷൻ. ഓപ്ഷൻ 1 ഓപ്ഷൻ 2 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നെങ്കിൽ ഓഫീസ് എടുക്കാം, റിസപ്ഷൻ എടുക്കാം, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് വെച്ചാൽ അത് എടുത്താൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷന്റെ പാറ്റേൺ. സോ ഈ ഒരു പാറ്റേൺ തന്നെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു ഭാഗവും നമ്മൾ കാണാപാഠം പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ബാക്കി ഏതാണെങ്കിലും നമുക്ക് പാഠമായിട്ട് ബന്ധമാണ്, അതൊന്നും ആവശ്യമില്ല. നമുക്ക് കോമൺ സെൻസ് വെച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇനിയിപ്പോൾ കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളും കുഴപ്പമില്ല, നമുക്ക് അതിൽ എടുത്തിട്ട് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തേക്കാളെ അവിടെ ഉള്ള ആൻസർ ആ ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ട് തിരിച്ചു മറിച്ച് ഇതിൽ എഴുതി വെച്ചാലും നമുക്ക് മാർക്ക് കിട്ടും, പാസ്സാവും. ഓക്കെ, സോ അതാണ് സ്ട്രക്ചർ എങ്കിൽ നമുക്കിവിടെ പാർട്ട് എ സെക്ഷൻ എ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ക്വസ്റ്റ്യൻസ് വരുന്നത് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ സി ആണെങ്കിൽ ആ സി എന്ന് മാത്രം എഴുതി കൊടുത്താൽ വേണമെങ്കിൽ അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് അതൊന്ന് കോപ്പി ചെയ്ത് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. അത് 2 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് സിംഗിൾ സെന്റൻസ്, ഒരു ചോദ്യം ചോദിക്കും, ഒറ്റ സെന്റൻസിൽ എഴുതാൻ പറയും. അപ്പൊ നമുക്കൊരു യെസ് ക്ലാസ് എടുക്കുന്നത് ഞാനാണ് എന്നുള്ള ഒരു സെന്റൻസ് അങ്ങനെ എഴുതാ 3 ക്വസ്റ്റ്യൻസിൽ 3 മാർക്ക് വരാറുണ്ട്. സോ ട്രൂ ഓർ ഫാൾസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആമയാണോ ജയിച്ചത്, അതെ, അപ്പോൾ ട്രൂ. മൊയലാണോ ജയിച്ചത്, അല്ല, അപ്പോൾ ഫാൾസ്. സോ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും നമുക്ക് പാരഗ്രാഫ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും ട്രൂ ഓർ ഫാൾസ് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. ഇത് മാച്ച് ഫോളോയിങ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേരുംപടി ചേർക്കുക എന്നുള്ളത് അത് 4 ക്വസ്റ്റ്യൻസ് 4 മാർക്ക് വരും. പിന്നെ MCQ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ MCQ. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ എ, അതായത് ഈ പറഞ്ഞ സെക്ഷൻ എ. ഇതേപോലെയാണ് സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ, സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ. സോ ഈ ഒരു സെക്ഷനുകളിലൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ മാർക്ക് വീതം നമ്മുടെ സ്ട്രക്ചർ ഉണ്ട്. സോ ഇത് മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ, ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഏപ്രിൽ 2025 ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷോ മലയാളമോ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമാറ്റിക്സോ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി പൊളിറ്റിക്സ് എക്കണോമിക്സ് ഇങ്ങനെയൊക്കെ ഏത് പേപ്പേഴ്സ് 10ാം ക്ലാസ് സബ്ജക്ട്സുകൾ സയൻസ് മാത്സോ അതേപോലെ സോഷ്യൽ സയൻസ് ഏത് സബ്ജക്ട് ആയിക്കോട്ടെ നമ്മളെല്ലാം സ്ട്രക്ചർ വെച്ച് പഠിക്കണം. അതാണ് ഇനി നമുക്ക് പോസിബിൾ ആവുക. നമ്മുടെ മുമ്പിൽ ആകെ ഫെബ്രുവരി മാർച്ചുള്ള സമയം കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രക്ചർ മനസ്സിലാക്കി പഠിക്കണം, ആ സ്ട്രക്ചർ വെച്ച് പഠിക്കണം. അതാണ് നമ്മളെ ബാസിന്റെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവുക. സോ ഈ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. സോ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിന് ബാക്കി നോക്കാം. അപ്പോൾ ഇതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.